17 വയസ്സുള്ള ഒരു പയ്യൻ ഒരു കത്തിയുമായി ഒരു ഡാൻസ് ക്ലാസ്സിലെത്തുന്നു. അവിടെ 6ഉം 8ഉം 9ഉം വയസ്സുള്ള 3 പെൺകുട്ടികളെയും മൃഗീയമായി കുത്തിക്കൊല്ലുന്നു. ഈ പയ്യന് 17 വയസ്സുള്ളത് കൊണ്ട് മാത്രം പോലീസുകാർ ഇവന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല. എന്നാൽ ആ നാട്ടിലുള്ള ആളുകൾ ഇതൊരു എമിഗ്രന്റ് ആണ് ചെയ്തതെന്ന് തെറ്റിദ്ധരിച്ച് അവിടെ ഒരു കലാപം ഉണ്ടാക്കും. ഇപ്പോൾ ഉള്ള റൂളിംഗ് പാർട്ടിയുടെ എതിരെയുള്ള ആളുകൾ അവരിതൊരു അവസരമാക്കി മുതലെടുത്ത് ഈ കലാപം രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കുന്നു. കേൾക്കുമ്പോൾ നമുക്കൊരു സിനിമാ കഥ പോലെ തോന്നുന്നുണ്ടെങ്കിലും കറന്റ്ലി UK നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന റീസൺ എന്ന് പറയുന്നത് ഇതാ. എല്ലാ ആൾക്കാരും സേഫായിട്ട് ഇരിക്കണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മളെ മെയിൻ കൺസേൺ എന്താണ്? നമ്മുടെ ഫാമിലിയിലുള്ളവർ, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ കൂട്ടുകാർ, ഒരുപാട് പേര് അവിടെ ജോലിക്കായിട്ടും പഠിക്കാനായിട്ടും പോയ ആൾക്കാരുണ്ട്. നമ്മുടെ ആരുടെ ഔദാര്യത്തിലല്ല അവിടെ പോകുന്നത്. നമ്മൾ ഫീസ് കൊടുത്തിട്ടാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ക്വാളിഫൈഡ് ആയതുകൊണ്ടാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അതെല്ലാം ഓക്കെ. പക്ഷേ ഇപ്പം കറണ്ട് സിറ്റുവേഷനിൽ നമ്മൾ പരമാവധി പ്രശ്നങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക. കാരണം അങ്ങാടി തോറ്റ അമ്മയുടെ നെഞ്ചത്ത് കയറുന്ന ഒരുപാട് ആൾക്കാർ എല്ലാ രാജ്യത്തും ഉണ്ടാവും. സോ നമ്മൾ പരമാവധി ഒറ്റയ്ക്ക് ഇപ്പോൾ പുറത്തു പോകാതിരിക്കുക.